പുര കത്തിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റിനു വേണ്ടി വിദഗ്ധമായി സതീശൻ കഴുക്കോലൂരുന്നത് നോക്കിയേ. കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മന്ത്രി വീണ ജോർജിൻ്റെ രാജിക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ചില കോപ്രായങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ മരണത്തിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്നാണ് അവകാശവാദം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും നഷ്ടപ്പെട്ട ജീവനെ ഓർത്ത് സതീശന് വല്ലാത്ത ദുഃഖമുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സമരമുഖത്ത് പങ്കെടുത്ത ഏതെങ്കിലും ഒരു പടം അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ സന്ദർഭത്തിൽ വലിയ സമര കോലാഹലങ്ങൾ ഉണ്ടെന്ന് PR ടീമിനെ കൊണ്ടും ഒപ്പം ചില മാപ്രകളെ പർച്ചേസ് ചെയ്ത് പറയിച്ചതിന് ശേഷം ചിരിച്ചുല്ലസിച്ച് ഫോണും പിടിച്ചിരിക്കുന്ന സതീശൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്തായിരിക്കും ഉദ്ദേശം? വിദഗ്ധമായിട്ട് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകുന്നത് ഞാനാണ്. ആ പ്രൊഫൈൽ പിക്ചറിന് താഴെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള പ്രചരണം വിദഗ്ധമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കി. കപടതയെ നിന്റെ പേരോ സതീശൻ എന്ന് ചോദിക്കാൻ പറ്റുന്ന സന്ദർഭം കൂടിയാണ്. ബാക്കിയുള്ള നേതാക്കന്മാരെ എല്ലാം നിഷ്പ്രഭമാക്കി ഈ കാണുന്നതെല്ലാം എൻ്റെ നേതൃത്വത്തിലാണെന്ന് സതീശൻ സോഷ്യൽ മീഡിയയിലൂടെ പറയാതെ ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങ് പതിപ്പിക്കുകയാണ്. ഇതാണിപ്പോൾ സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാണ്, അടുത്ത നേതാവ് ഞാനാണെന്ന് ഇതിനെ എല്ലാത്തിനെയും കൂടി ഹൈജാക്ക് ചെയ്തുകൊണ്ട് സ്വന്തം പടത്തിലൂടെ അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയാണ്. മണ്ടപോയ ചില നേതാക്കന്മാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ സമരത്തിൽ പങ്കെടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ ഫോട്ടോ പങ്കുവെച്ചു നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിൽ ഇത്രയും ചിരിച്ചുല്ലസിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണോ ഇവർ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മരണത്തിൻ്റെ വ്യാപാരികളായിട്ട് ഈ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജ്യോതികുമാർ ചാമക്കാല ചെയ്തതുപോലെ വലിയ സമര കോലാഹലങ്ങളും രാത്രി ചായ കുടിക്കുന്ന സെൽഫി എടുത്ത അതേ മനോഭാവത്തിൽ സതീശൻ ഇട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക്ചറാണ്. അതിൽ നിന്ന് അയാളുടെ ഉള്ളിലെ കാപട്യം കൃത്യമായി വെളിവാകുകയാണ്. അതിന് താഴെ PR ടീമുകാരെ കൊണ്ടും സ്വന്തം ഫാൻസുകാർക്ക് അടുത്ത മുഖ്യമന്ത്രി എന്ന് കമൻ്റ് ഇട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശവും കൊടുത്തിരിക്കുന്നു. ഇതിലൂടെ ബാക്കിയുള്ള കേരളത്തിലെ നേതാക്കന്മാരെല്ലാം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞാനാണ് നേതൃത്വം, ഞാനാണ് ഇതിനെല്ലാത്തിനും അവസരമുണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ് എന്ന് വരുത്തി തീർക്കാൻ സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടലാണ്. കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഈ ഉടായ്പൊക്കെ കണ്ടിട്ട് വെറുതെ ചെയ്യുന്നതാണെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ അടിവേരറുത്തുകൊണ്ടിരിക്കുന്ന സതീശൻ്റെ ചില PR പ്രവർത്തനമാണിതെന്ന് മനസ്സിലാക്കിക്കോളൂ. എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഐക്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചില സമര നാടകങ്ങളൊക്കെ നടത്തി അതിലൂടെ PR ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നോക്കൂ. ഒരു മരണത്തിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ചിരിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ആ ചിത്രം നോക്കി ഈ നാട് വായിച്ചെടുക്കേണ്ടത്? അതിനുകൂടിയുള്ള മറുപടിയാണ് സതീശൻ പങ്കുവച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ അവസരമാണ്, ഞാൻ അതിനെ വിദഗ്ധമായി ഇങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് ചില അടിമകളെ വിട്ട് അടിയും വാങ്ങിക്കൊടുത്ത് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്.